ഗായ്സ് കുറേ നാളെ ഞാൻ വിചാരിക്കണം എൻ്റെ വണ്ടി ഒന്ന് ഇത് വാഷ് ചെയ്യിപ്പിക്കണം. അപ്പം ഞാനിന്ന് ഫസ്റ്റ് ടൈം വാഷ് ചെയ്യിപ്പിക്കാൻ പോണു. ഞാൻ ഇതുവരെ ഡൽഹിയിൽ എവിടെയും വാഷ് ചെയ്യിപ്പിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് വാഷ് ചെയ്യിപ്പിച്ചിട്ട് വരാം. സംഭവം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ടി വി എസിൽ ഫസ്റ്റ് സർവീസ് ചെയ്തത് ഞാൻ സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. അത് എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എനിക്ക്. അവർ ഉപയോഗിച്ച ഓയിലും അതൊക്കെ ഒരു എന്താ പറയുക മഗ്ഗിലെടുത്തിട്ട് ഓയിൽ ഒഴിക്കുക അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കത് യാതൊരു ഇതായിട്ട് തോന്നില്ല. പിന്നെ അതിനായിട്ട് 2 മണിക്കൂർ എൻ്റെ വണ്ടി കൊണ്ടുപോയി അവർ വേറെ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അതിൽ അവരുടെ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരാം അങ്ങനെ ഇതാക്കാം. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു ഡെസ്പായി പോയി. അപ്പോൾ ഞാൻ തന്നെ സ്വന്തം അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ഞാൻ തന്നെ മോട്ടറിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു. എയർ ഫിൽറ്റർ മാത്രമല്ല, എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാം. ഒരു എയർ ബ്ലോവർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. കുറേ നാൾ കഴിഞ്ഞിട്ട് അമ്മ ബൈക്കൊന്ന് വാഷ് ചെയ്യാൻ വന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്തിരുന്ന സമയത്താണ് അവർ വാഷ് ചെയ്തത്. പക്ഷെ അതും ഹോം വാഷ് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ സ്വന്തം ചെയ്യിപ്പിക്കാം. കാരണം നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഫുൾ ഫോം വാഷ്. ഇത് നമ്മൾ ഈ വാഷിംഗ് ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് 2 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാഷിംഗ് ചെയ്യണമെന്ന് നല്ലതാണ്. കാരണം ഇവിടുത്തെ പൊടി, ഡൽഹിയിലെ പൊടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൊടിയാണ്. കേരളത്തിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഡൽഹിയിലെ പൊടി നല്ല പൊടിയുണ്ട്. അപ്പോൾ 2 മാസത്തിൽ ഒരു പ്രാവശ്യം വാഷ് ചെയ്യണത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളെ ഈ എന്തായാലും പറയുക ഈ സാധനങ്ങളൊക്കെ ഇടയിൽ കയറിയിട്ടേ ഭയങ്കരമായിട്ട് അത് കച്ചറയാവും. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ക്ലീൻ ആക്കിയിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആയിട്ട് സംഭവം. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്നാണ് ഒന്ന് സമയം കിട്ടിയത് എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൽ ചെന്നിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഫോം വാഷും മറിച്ചൊക്കെ. അപ്പോൾ ഒരു 350 രൂപയോളമായി അതിന്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ 2 മാസമായി ഞാനത് ക്ലീൻ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വണ്ടി ഓടിച്ചു. നല്ല കുറച്ച് സ്മൂത്ത്നെസ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ട് നമുക്ക് തോന്നും വണ്ടി. അപ്പോൾ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടോ നോക്കാം. പക്ഷെ എനിക്ക് ഇനിയും വണ്ടി ആക്ച്വലി ഓടിക്കണം. ഇതുവരെ ഞാൻ ഓടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഒരു ഓയിൽ ചേഞ്ചും കൂടി ചെയ്യണം, എന്നാലേ വണ്ടി ഒന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ വണ്ടികളെ പറ്റിയിട്ട് അധികം അറിയാത്തവരും ഞാനും എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു അധികം ബൈക്കിനെ പറ്റിയിട്ട്. കാറ് പിന്നെ നമ്മൾ ഓടിച്ചിരുന്നു, അപ്പോൾ അറിയായിരുന്നു. പക്ഷെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്യാണ്ട് അത് സ്മൂത്ത് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് തോന്നുന്നു ചിലപ്പോൾ ഓയിലിൻ്റെ കാരണമായിരിക്കും അതിൻ്റെ ഒക്കെ പ്രശ്നം, ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ പ്രശ്നമായിരിക്കും, എഞ്ചിൻ ഓയിലിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷെ അതല്ല. ബേസിക്കലി നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി ആകുമ്പോൾ 2-3 പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്ത് ആവുള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു എന്താണ് പറയുക വസന്ത് കുഞ്ച് ഏരിയയാണ്. ഇത് കുറച്ചൊരു പോഷ് ലൊക്കാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ സാധാരണ നല്ല വില ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് വാഷ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എവറി 2 മന്ത്സ് ഒരു പ്രാവശ്യം വാഷ് ചെയ്യണത് നല്ലതാണ്. എൻ്റെ മക്കളെ എന്താ ചൂടെന്നറിയോ. ഞാൻ വണ്ടി വാഷ് ചെയ്യിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഡപ്പി വരച്ചു പോയി. ഇനി കുളിക്കേണ്ടി വരും. മുഖം കഴുകിയിട്ടൊന്നും കാര്യമില്ല. മുഖം കഴുകി പക്ഷേ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾക്കൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ ബാക്കി ലോക കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നങ്ങോട്ട് കുളിച്ച് പിന്നെ അങ്ങോട്ട് കിടന്നുറങ്ങി. ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് ഉച്ചയ്ക്ക്. രാവിലെ ഉണ്ടായിരുന്ന ഭക്ഷണം അതൊക്കെ കൊടുത്ത് ഞാനൊന്ന് നല്ലോണം കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഇപ്പം എനിക്കൊന്ന് രാവിലെ നേരത്തെ എണീക്കണോണ്ടായിരിക്കും. ഇപ്പം സാധാരണ എണീക്കാറുള്ളതാണ് ഞാൻ. എന്നാലും എനിക്ക് വേണ്ടി പിന്നെ ഭക്ഷണം ഉണ്ടാക്കലും അവൻ്റെ സ്കൂളിൽ പോകണ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മളങ്ങോട്ട് ടയർഡാവും. ഇപ്പം രാത്രിക്ക് ചെക്കൻ 2-3 ദിവസമായിട്ട് ചെക്കന് വയ്യ. എന്നുവെച്ചാൽ എനിക്കൊന്ന് ഈ സ്കൂളിൽ എന്തായാലും ഇവന്മാർ ഈ ബ്രേക്ക് സമയത്ത് കളിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ചൂടത്ത് ഇത് കാരണം അവനക്കിപ്പോൾ ഭയങ്കരമായിട്ട് ലൂസ് മോഷനും പിന്നെ ഹീറ്റ് സ്ട്രോക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ച അവൻ ഞങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ പുറത്തുനിന്ന് KFC മറിച്ചൊക്കെ കഴിച്ചുകൊണ്ട് അവനക്ക് എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയായിട്ട് ഫുഡ് പോയ്സൺ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് മെഡിക്കേഷനിലാവൻ. ഇല്ലേ അവനക്ക് മറ്റേ ദാലിൻ്റെ കിച്ചടി ഉണ്ടാക്കി കൊടുക്കാം. എന്നുവെച്ചാൽ ചോറൊപ്പം കിച്ചടി. പിന്നെ ഒരു തൈര് മേടിച്ചു കൊടുത്ത്
ചെക്കനങ്ങോട്ട് വയറൊന്ന് കൂളാവട്ടെ. അപ്പോൾ വണ്ടിയുടെ കാര്യം നമ്മൾ പറയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഏതാ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തതെന്ന്. സാധാരണ ഞാനും വിചാരിച്ച അതാണ് എന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്തൊക്കെ ആവുന്നു. പക്ഷേ ഞാൻ വേറൊരു റിസർച്ചൊക്കെ ചെയ്ത് വന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു ചാനലുണ്ടായിരുന്നു ഞാൻ ആദ്യം സെമി സിന്തറ്റിക് ഓയിലാണ് അവന്മാരിട്ടിരുന്നത് ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ 500-ൻ്റെ. പിന്നെ ഞാൻ ഫുള്ളി സിന്തറ്റിക് ആക്കി. അപ്പോൾ ഫുള്ളി സിന്തറ്റിക് ഇപ്പോൾ ഒരു പ്രാവശ്യം ആയിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ആ സെയിം ഓയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വണ്ടി കുറച്ച് സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ നെക്സ്റ്റും കൂടിയും ഒരു സിന്തറ്റിക് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഞാൻ കാണിച്ചാൽ ഞാൻ ഏതാ ചെയ്തത്, ഞാൻ മോട്ടൂറിൻ്റെ 7100 1040 ഇട്ടത്. എൻ്റെ വണ്ടിയിലുള്ളത് 1030 പക്ഷേ ഇപ്പോൾ ചൂടുള്ള കാരണം 1040 ഞാൻ ഇട്ടു. 1030 ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ മോട്ടൂറിൻ്റെ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒന്ന് ദാൽ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇപ്പം പരിപ്പും അരിയും ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചത് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇത് വേണ്ട മോട്ടൂൾ 7100 40 10 വാട്ട് 40. അപ്പോൾ ബേസിക്കലി ഇത് 100% സിന്തറ്റിക്കാണ്. നിങ്ങൾ കാണുമെന്ന് അറിഞ്ഞൂടാ, 100% സിന്തറ്റിക്കാണ്. അപ്പോൾ ഈ ഓയിൽ ഇട്ടേ പിന്നെ എനിക്ക് കിട്ടിയ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓയിലിൽ എൻ്റെ ഗിയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പഴയ വ്ളോഗിൽ ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി മേടിച്ച് കഴിഞ്ഞപ്പോൾ ഗിയർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കട്ടാക്കെന്ന് ഭയങ്കര ഒച്ച. 2 വിസിലായി. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ച് ആക്കി പിന്നെ രണ്ടാഴ്ച ഞാൻ ഓടിച്ചപ്പോൾ നല്ല സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ട് ഗിയർ. പിന്നെ വണ്ടി ഓടിക്കാനും കുറച്ച് സ്മൂത്തസ് വന്നിരുന്നു. പക്ഷെ നമ്മൾ 50-60 കൂടുതൽ മുകളിൽ ഓടിക്കുമ്പോൾ കുറച്ചൊരു ഹെവി ആയിട്ട് വേണം. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ 4 ഗിയർ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും. സോറി, ഇടയ്ക്ക് വെച്ച് പോകേണ്ടി വന്നു. പരിപ്പിൻ്റെ വിസിൽ വന്നപ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതെന്തപ്പോൾ ഇത് നമ്മൾ ഇവൻ സിന്തറ്റിക് ഓയിലാക്കിയിട്ടും പിന്നെ കുറേ നാളെ ഇത് വണ്ടി ഭയങ്കര ഒരു ഇത്. പിന്നെയാണ് ഞാൻ ഇന്ന് ബേസിക്കലി ഞാൻ ശ്രദ്ധിച്ചത്. ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് ഞാൻ 40-50 ഇടയിലാണ് ഞാൻ ഓടിക്കേണ്ടായിരുന്നു. 40-50 നല്ല സ്മൂത്താണ് വണ്ടി. നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മൂത്തുണ്ട്. നല്ല മൈലേജും കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കൊരു 70-75 വരെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് റേസ് കൊടുത്ത് നോക്കാം. നല്ല റോഡ് കിട്ടിയപ്പോൾ വസന്ത് കുഞ്ചിൽ പോണ സമയത്ത് വസന്ത് വിഹാറിലാണ് ബേസിക്കലി ഞാൻ പോയത്. നല്ലൊരു empty റോഡ് കിട്ടിയപ്പോൾ ഞാനൊരു 80-90 അങ്ങോട്ട് അടിച്ച് പിടിച്ച് വിട്ടു. പിന്നെ മനസ്സിലായി വണ്ടിക്ക് നല്ല പുള്ളിങ് കൊണ്ട് നല്ല സ്മൂത്ത്നെസ്സും വണ്ടിക്ക് അങ്ങനത്തെ ഒരു എന്നുള്ളൊരു എന്താ പറയുക കീച്ചനാന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ. അതുമില്ല, പണ്ടുണ്ടായിരുന്നു. ആദ്യം വണ്ടി മേടിച്ചപ്പോൾ ഞാൻ കുറച്ചൊന്ന് നോക്കിയൊന്ന് പുള്ളി ചെയ്യാൻ എന്ന് വെച്ചാൽ പുതിയ വണ്ടിയാണ്ട് 500 കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കി. പക്ഷേ ഇപ്പോൾ ഐ എം സാറ്റിസ്ഫൈഡ്. അത് സംഭവം ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരാളുണ്ട് നല്ല എന്താ പറയുക എക്സ്പീരിയൻസ് ഒരു മെക്കാനിക്കാണ്. അപ്പോൾ ആളുടെ ചാനലാണ്. അതിൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഓയിൽ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സെമി സിന്തറ്റിക്കിൽ നിന്ന് ഫുൾ സിന്തറ്റിക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പം തന്നെ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവില്ല എൻജിനിൽ നിന്ന്. മനസ്സിലായില്ല, നമുക്ക് എൻജിൻ ഫ്ലഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ ഫുൾ സിന്തറ്റിക് ആക്കണം വെച്ചാൽ സെക്കൻഡ് ടൈമും ഫുൾ സിന്തറ്റിക് ഇടണം. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുക, ഫുൾ സിന്തറ്റിക് ഇട്ട് ഒരു കാര്യമില്ല, അപ്പോൾ ഇനി എന്തിന് 700 രൂപയൊക്കെ ചിലവാക്കണത്, നമുക്ക് തിരിച്ച് 200-300 രൂപയുടെ നമുക്ക് ഓയിലിടാം, സെയിം തന്നെയല്ല, നമുക്ക് വ്യത്യാസം തോന്നുന്നത്. പക്ഷെ അതല്ല സംഭവം എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ടൈം ഫുൾ സിന്തറ്റിക് ഇട്ടത് പിന്നെ നെക്സ്റ്റ് സർവീസ് ആകുമ്പോൾ ഇപ്പം എൻ്റെ കണക്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഓടിക്കാറില്ല. ഇപ്പോഴും 1000 കിലോമീറ്റർ ആയിട്ടില്ല. ഈ ഓയിലൊക്കെ എന്ന് പറഞ്ഞാൽ 2500, 3000, 4000 കിലോമീറ്റർ വരെ ഫുൾ സിന്തറ്റിക് നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ മന്ത് ഏറ്റവും അതേ വരുന്നത്. കാരണം ഞാൻ അധികം ഓടിക്കണില്ല. അപ്പോൾ ഇരുന്ന് ഓയിലും കട്ട പിടിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ ഈ ഓയിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ ഓയിൽ ചേഞ്ച് ആക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഏതാ ഡേറ്റിൽ ഞാനിത് ചേഞ്ച് ആക്കിയത്. ഞാനിപ്പോൾ അത് 1000 ഓടിച്ചാലും ശരി, 2000 ഓടിച്ചാലും ശരി, അല്ലെങ്കിൽ 1500 ഓടിച്ചാലും ശരി, 2-3 മാസത്തിനുള്ളിൽ എനിക്ക് ആ ഓയിൽ ചേഞ്ച് ആക്കേണ്ടി വരും. അത് ഫുൾ സിന്തറ്റിക്കാണ് ശരി. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഇപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഡെയിലി ഓടിക്കുന്ന വെച്ചാൽ 3000-4000 കിലോമീറ്റർ ഓടിച്ചാൽ പിന്നെ ചേഞ്ച് ആക്കുക. അങ്ങനത്തെയാണ് പരിപാടി, അങ്ങനത്തെ സംഭവം.
അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഇനി നെക്സ്റ്റ് മന്ത് ഉണ്ട്. അപ്പോൾ ജൂൺ ആകുമ്പോഴത്തേനും എനിക്ക് ചേഞ്ച് ആക്കിയാൽ മതി. അപ്പോൾ ഞാനതാ പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിൽ ഞാൻ ഇത് പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും, കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഒരു TVS റേഡിയോൺ മേടിച്ച ഒരാളുണ്ട്, TVS റേഡിയോൺ ഉള്ള ഒരു ബൈക്കുള്ള ഒരാളുണ്ട്. ആളോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ വീഡിയോസ് കുറച്ചും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ആൾക്കൊരു ഇൻഫർമേഷനും ആവും. ആരെങ്കിലും ഉണ്ടോ TVS റേഡിയോൺ അല്ലെങ്കിൽ TVSൻ്റെ ബൈക്കോ അല്ലെങ്കിൽ ഏത് ബൈക്കായാലും ശരി, എല്ലാ ബൈക്കിലും സെയിം ഇത് തന്നെയാണ് വരുന്നത്. ഓടിക്കുന്നവർ ഇങ്ങനെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ആക്കിയിട്ട് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ട് തോന്നിയവരുണ്ടോ എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. ഓക്കെ, ഭായി ചൂട് കാലത്ത് യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫാൻ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒച്ച വരും, AC ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒച്ച വരും. അപ്പോൾ എല്ലാതും ഓഫ് ചെയ്തിട്ട് കണ്ട ഞാൻ വേറെ തുടങ്ങി. അതുകൊണ്ടൊരു ലിംക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി നമ്മളല്ല എൻ്റെ ബൈക്കിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഒരു യൂട്യൂബർ ആകുമ്പോൾ അതിൻ്റെ പറ്റുന്നില്ല ഡെയിലി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം പറഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മൾ വീടിൻ്റെ കാര്യങ്ങളും മോനൊട്ടിക്കല്ലേ. അപ്പോൾ അവൻ്റെ പ്രിപ്പറേഷൻ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ടയർഡായി വരും. പിന്നെ ഒരു ജാതി ലിത്താർജിക് ഫീലിംഗ് ഉണ്ട്. ഉച്ചയാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് തുടങ്ങി. ശരിയല്ല, അല്ലെങ്കിൽ ആ ഉച്ചയ്ക്ക് ആ സമയം ഇട്ടിട്ട് എനിക്ക് എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കായിരുന്നു. പക്ഷെ പറ്റുന്നില്ല, കാരണം ഉച്ചയാകുമ്പോൾ പുറത്ത് ഒരു പ്രാവശ്യം ഞാൻ 1-2 പ്രാവശ്യം ഞാൻ പോയിട്ട് തന്നെ ഹെൽമെറ്റ് ഇടുമ്പോൾ അങ്ങോട്ട് വേർക്കണം നമ്മൾ. അപ്പം അത് വേറൊരു പ്രശ്നം. അപ്പോൾ വൈകുന്നേരം പോകുന്ന പറഞ്ഞാൽ ഒടുക്കത്തെ ട്രാഫിക്കും. അപ്പോൾ നമുക്ക് ഇത് കിട്ടണില്ല, എന്താ ഫ്ലോ കിട്ടണില്ല. നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട കണ്ടൻറ്റിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. കണ്ടൻറ്റ് ഉണ്ട് ഇഷ്ടംപോലെ, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. പക്ഷെ ആ ഫ്ലോ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ജാതി ലിത്താർജിക് ഫീലിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഇപ്പോൾ ചൂട് കാലം, അത് ഭയങ്കര ഒരു ടെൻഷനായ കാലം തന്നെയാണ്. എനിവേസ് നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സോ വിൽ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദ വ്ളോഗ്. എനിക്കറിയാം അധികമൊന്നുമില്ല, എന്നാലും ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് യു ഗൈസ്. പിന്നെ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുക. നമ്മൾ നാളെ 1 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്ഥിതി. 2 കൊല്ലം കഴിഞ്ഞ് ഇതായിരിക്കും നമ്മുടെ സ്ഥിതി, നമുക്ക് തന്നെ അറിഞ്ഞൂടാ. പിന്നെ അതുമല്ല, ഇതൊരു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്ത സമയത്തും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മളെ കാണാം. മനസ്സിലായില്ലേ? അതൊരു വേറൊരു സംഭവം തന്നെയാണ് അല്ലേ? ഒരു ഡയറി നമ്മൾ എഴുതാൻ മാതിരി തന്നെയാണ് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനും വിചാരിച്ചത് ചെയ്യാമെന്ന്. പിന്നെ പ്ലസ് ഒരു ഇൻകം സ്ട്രീം ആകുമ്പോൾ നല്ലതല്ലേ അത്. അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു പേയ്മെൻറ്റും ഇൻകം കിട്ടുമ്പോൾ നല്ലതല്ലേ. പിന്നെ ഐ ലൈക്ക് ടു ഡു വാട്ട് ഐ എം ഡൂയിങ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എനിവേസ്, അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ. അവനെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ.